ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കാൻ കുറേ ആളുകൾ മറക്കുക തോന്നുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ടൊക്കെ വരുന്നവർ ഒന്ന് സബ്ബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക. ചെറിയ വീഡിയോ ആണ്, ഒരുപാട് ലെങ്തി ആയിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ബോറടിക്കാതെ കുറച്ചാക്കിയിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് മോന് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഓനെന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കേട്ടോ, നമ്മളെ ഉള്ളിയപ്പമാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ പല വീഡിയോയിൽ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. നമ്മൾ പുതിയ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, കുറച്ച് മൈദപ്പൊടി, തേങ്ങ, ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇതുപോലെ കലക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യിൻ്റെ മണം ഇഷ്ടമുള്ളൊരു നെയ്യാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി എടുത്തിട്ട് അതിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് നൈസാക്കിയിട്ടൊന്നും ആവശ്യമില്ല, ഒരു കുറച്ച് കട്ടിയിൽ കേട്ടോ. അപ്പോൾ മൈദപ്പൊടിയാണ് രസം. ചിലവർ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അരിപ്പൊടി അതിലേക്ക് കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉള്ളിയും തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇടുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഭാഗമൊക്കെ നല്ലോണം സെറ്റായി വന്നപ്പോൾ ഞാൻ മറിച്ചിട്ട് ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തേങ്ങേൻ്റെയും ഉള്ളീൻ്റെയും ഒക്കെ മണം മുരിഞ്ഞയും ഒരു സ്മെല്ലും ഒക്കെ കൂടി ആയിട്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു അപ്പം കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ഇതാ മോൻ വന്നിട്ടുണ്ട്. അവനിപ്പോൾ ചായയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ, കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ അവനിങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ, അത് എന്താണെന്ന് വെച്ചിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഉണ്ടാക്കിയ കൂട്ടാൻ നല്ല ചീനാപ്പറങ്കിയില്ലേ, ചീനിമുളകൊക്കെ ഇട്ടൊരു ചമ്മന്തി, ഇത് ഉണ്ണിത്തണ്ട്, അതുപോലെ ചക്കക്കുരു, മുതിരയൊക്കെ ഇട്ടിട്ടൊരു ഉപ്പേരി, മുരിങ്ങ താളിപ്പൊക്കെ ആയിരുന്നു നമുക്കിന്ന് ഉച്ചക്കത്തെ ഫുഡിനുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ അവന് ചിലപ്പോൾ ചോറ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ചായ മതി എന്നിട്ട് അങ്ങനെ കടി കണ്ടപ്പോൾ ചായ കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കാക്കു വന്നതിന് ശേഷം നമ്മൾ തുണികൾ വിരിച്ചിടാനായിട്ട് ഇതാ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മഴ 2 ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തുണികൾ ഉണങ്ങാത്ത കാരണം, വെയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ കോട്ടേഴ്സിൽ ഞങ്ങൾ താമസിക്കുന്ന അവിടെ തന്നെ ഇടാറാണ് കേട്ടോ. മഴയാകുമ്പോഴാണ് ബുദ്ധിമുട്ട്, ഇടാൻ സ്ഥലങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ചേച്ചീൻ്റെ ഒച്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുള്ള മിനുവിനെ വിളിക്കുന്ന സൗണ്ടാണ്. അങ്ങനെ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് ഇളയച്ചീൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാണ്ട്. അപ്പോൾ അവരെ വീട്ടിൽ അവരവിടെ ഇളയച്ചീൻ്റെ വീട്ടിൽ കേട്ടോ, അവർ നിലമ്പൂരാണ്. അപ്പോൾ അവിടെ അവർ ഇപ്പം ഉദയത്ത് അറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറച്ചി കൊടുത്തിട്ടുണ്ട്, ബോട്ടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ വേഗം തുണിയൊക്കെ വിരിച്ചിട്ടിട്ട്, അപ്പോൾ മോന് ഇതവിടെ ഉണ്ട്. ഓനിപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കാനൊക്കെ പോണതാണ്. പക്ഷേ മഴ കാരണം ഇന്ന് പോയിട്ടില്ല. ഇന്നിപ്പോൾ എൻ്റെ പിന്നാലെ കുളിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കിണറിലെ വെള്ളമൊക്കെ നല്ല ഒരു 2 വെയിലടിച്ചപ്പോഴത്തേനും 2 ഇതിൽ താന്നിക്കണം കേട്ടോ. പിന്നെ ആകെ അലങ്കോലമാണ്. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വൃത്തിയാക്കാനുള്ള സംഭവങ്ങളാട്ടോ. അതൊക്കെ ഒന്ന് ലെവലാക്കി കിട്ടുമ്പോഴത്തേനും കുറേ ടൈം പിടിക്കും. അപ്പോൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ നമ്മളെ കുറ്റിയടിക്കലിൻ്റെ വീഡിയോ ഒക്കെ വരും കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ മുന്നെടുത്ത വീഡിയോസാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നമ്മൾ കോട്ടേഴ്സ്ക്ക് ഇമ്മീറ്റും താമസിക്കാൻ അങ്ങോട്ട് പോയിട്ട് ബോട്ടിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ബോട്ടി ഇളയിച്ച് വെച്ച് കൊടുന്നിക്കണം കേട്ടോ. വെച്ചിട്ട് പറഞ്ഞിട്ട് ഒരു മസാലയൊക്കെ ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബോട്ടി നന്നാക്കൂല, ഞാൻ കഴിക്കൂല കേട്ടോ. അതുകൊണ്ട് ഓള് വീട്ടിൽ നിന്ന് തന്നെ ഒക്കെ നന്നാക്കി സെറ്റാക്കി മസാലയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ കൊടുന്ന് തന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ പിന്നെ ഇവിടെ കൊടുന്നിട്ടൊന്ന് ചൂടാക്കി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും, എരിവ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഞാനിവിടെ കഴിക്കില്ല, മക്കൾസൊന്നും അങ്ങനെ കഴിക്കാറില്ല. കാക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ അവിടുന്ന് നിലമ്പൂരിൽ നിന്ന് പോന്നപ്പോൾ കൊടുന്നതാണ്. പിന്നെ ഇറച്ചി ഉണ്ട് കേട്ടോ, ബീഫും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പള്ളിക്കന്ന് കിട്ടിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട്. അപ്പോൾ വലിയൊരുനാൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പച്ചക്കറി വാങ്ങേണ്ട ആവശ്യമില്ല അല്ലേ, ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ബീഫ് ഐറ്റം, ചിക്കൻ ഐറ്റം ഒക്കെ സ്റ്റോക്ക് ഉണ്ടാവും. അങ്ങനെ ആ ബീഫും ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മളിന്ന് മൺചട്ടിയിലാണ് കേട്ടോ വെക്കണത്. എന്നും ഉണ്ടല്ലോ ഒരു കുക്കറിൽ വെക്കണല്ലേ, അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചാണ്. മൺചട്ടിയിൽ വെക്കുമ്പോൾ കൂടുതലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ മൺചട്ടിയിൽ ബീഫ് അടുപ്പത്തും കൂടി വെക്കണം കേട്ടോ, അപ്പോഴേ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ മസാലകളൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഒന്ന് ഇതാട്ടോ, മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ വലിയ ഉള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അതൊന്നായി ഇട്ടിട്ട്
കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ, ഞാനെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ബീഫ് വെക്കുക. എന്നിട്ട് പിന്നെ ഇത് വെന്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളിയും തക്കാളി ഇടില്ല സോറി, പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് വരട്ടിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചെറിയുള്ളി ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഇതാ തീയൊക്കെ നല്ലതുപോലെ ഒന്ന് കത്തിപ്പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരാളവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവന് അടുപ്പ് കത്തിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോരോ കടലാസ് ഇട്ടിട്ടും ചിരട്ട ഇട്ടിട്ടും അങ്ങനെ അവിടെ നിൽക്കും. ലാസ്റ്റ് പിന്നെ ഞാൻ തന്നെ ആട്ടി ഓടിക്കട്ടെ, എനിക്കൊന്ന് ചിലപ്പോൾ 2 അടിയൊക്കെ കിട്ടിയിട്ടാവും പോവുക. അങ്ങനെ ഇതാ ബീഫൊക്കെ മസാലയൊക്കെ തേച്ച് നല്ലപോലെ ഇങ്ങനെ കൈ കൊണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുത്താണ്ടല്ലോ ബീഫിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആവില്ലേ. അങ്ങനെ ഇതാ അടുപ്പ് കുറച്ചങ്ങനെ കത്തി പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. നല്ലതുപോലെ ഒന്നിട്ട് കത്തിയിട്ടില്ല. കുറച്ച് ചിരട്ടിയും കടലാസും ചകിരിയും ഒക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ മണ്ണെണ്ണ ഇവിടെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മണ്ണെണ്ണ ഒഴിക്കാൻ കിട്ടിയില്ല, ഇവിടെ അല്ല, അത് നമ്മൾ അവിടെ പുതിയ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കാൻ കേട്ടോ. അവിടെ എന്തോ ഒരു ആവശ്യത്തിന് അന്ന് കൊണ്ടുപോയതാണ്. അങ്ങനെ വിറകൊക്കെ നല്ല കത്തി പിടിച്ചതിന് ശേഷം ഞാനിതാ നമ്മളെ ബീഫ് അടുപ്പത്ത് കണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കാക്കൂന് ബോട്ടിയുണ്ട്. അപ്പോൾ മക്കൾസ് അവർക്ക് കൂട്ടാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവരത് കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഫ്രിഡ്ജിൽ വെച്ചില്ല. ഇളച്ചി കൊടുന്ന ബീഫ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ അത് വേഗം ഒന്ന് നുറുക്കി ചട്ടിയിലാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ വീഡിയോ പരമാവധി ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ അധികം വലിയ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, കുറച്ച് ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.